UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തീരദേശ റോഡ് ഷോ പാലപ്പെട്ടി ബീച്ചിൽ നിന്നും ആരംഭിച്ചു. ഉയർത്തിയിട്ടല്ലാതെ അടക്കമില്ലെന്ന ധീരമായ പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ മുരളീധരന്റെ സ്വപ്നങ്ങളെ നെഞ്ചേറ്റ് പിടിച്ചുകൊണ്ട് കെ മുരളീധരൻ കടന്നു വരികയാണ്. നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട വോട്ടവകാശം കൈപ്പറ്റുന്ന അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാലപ്പെട്ടിയിൽ നിന്നും നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച റോഡ് ഷോയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഏറെ ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂരിൽ നമ്മുടെ മുരളിയേട്ടനെ സ്വീകരിച്ചിട്ടുള്ളത്. മുരളിയേട്ടന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂരുകാർ ആനന്ദിക്കുകയും ഇവിടെ ചിലർ വരും ചരിത്രം തീർക്കാൻ എന്നുള്ള ചില ക്യാപ്ഷനുകൾ കാണാറുണ്ട്. മുരളിയേട്ടൻ ഇവിടെ ഒരു ചരിത്രം തീർക്കാൻ വന്ന ഒരു വലിയ ഹീറോയാണ്. അദ്ദേഹം നിരവധി തവണ കേരള അസംബ്ലിയിൽ അതുപോലെ പാർലമെന്റിലൊക്കെ തിളങ്ങിയ വ്യക്തിത്വമാണ്. നമ്മുടെ UDFന്റെ കരുത്തനായ നേതാവ് ശ്രീ കെ കരുണാകരൻ അവർ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിന് ഇവിടെ നാന്ദി കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ ഇന്ന് തൃശ്ശൂർ തീർച്ചയായും എടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, O അബ്ദുൾ റഹ്മാൻ കുട്ടി, ഹാറൂൺ റഷീദ്, CC ശ്രീകുമാർ, അനിൽ പുളിക്കൽ, സുനിൽ ലാലൂർ, ശോഭ സുബിൻ, സുനിൽ അന്തിക്കാട്, PI ഷൗക്കത്ത് അലി, CM നൌഷാദ്, സുബൈദ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തീരദേശവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നിരവധി UDF പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. 53 CPMന്റെ MPമാർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ താഴെയിറക്കാൻ BJPയോടൊപ്പം വോട്ട് ചെയ്ത ആ നാണം കെട്ട ആ ചരിത്രം അതൊന്നും കേരളീയ ഒരു കാലത്തും മറന്നിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല, ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു, ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദിക്ക് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കേരളത്തിൽ നിന്ന് ഒരൊറ്റ BJPക്കാരനെ ഒരൊറ്റ ഇടതുപക്ഷക്കാരനെ നമ്മൾ ഡൽഹിക്ക് അയക്കരുത്. കാരണം ഇത് രണ്ടും ഡൽഹി ചെല്ലുമ്പോൾ ഒന്നാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കൂട്ടർ വർഗീയവാദികൾ, മറ്റേ കൂട്ടർ പൂരം മുടക്കിയ ഈ രണ്ടുപേരും നാടിനാപത്താണ്. അതുകൊണ്ട് UDF ജയിക്കണം, ഇന്ത്യ മുന്നണി ജയിക്കണം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണം. ഇതെല്ലാമാണ് നമ്മുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ.